ഈ കുണ്ടൻ എന്താ അവിടെ പരിപാടി, ഇവനാരാ അവിടെ വിളിച്ചത്, സലീമേട്ടൻ്റെ ആത്മാവിന് മോശം കിട്ടില്ല, മനസ്സിനെ കുത്തുന്ന രീതിയിലുള്ള കമൻസുകളായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ട 4 ദൃശ്യങ്ങൾ, ഈ 4 ദൃശ്യങ്ങളിലും ഒരുപാട് കഥകൾ പറയാനുണ്ട് എന്നുള്ളതാണ്. സലീം കുമാർ ചേട്ടന്റെ ഭൗതിക ശരീരം കാണാൻ വന്ന 3 പേര്, അതിൽ ജാസിയെ പല ആളുകളും വളരെ മോശപ്പെട്ട രീതിയിൽ അവരുടെ ജെൻഡർ പോലും ചോദ്യം ചെയ്തിട്ട് വൃത്തികേടുകൾ പറഞ്ഞിട്ട് കമന്റ് ഇടുന്നു. രണ്ടാമത്തത് റിനി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അത് എനിക്ക് ശരിയാണെന്ന് തോന്നിയ കാര്യങ്ങൾ തന്നെയാണ്. മരണ വീട്ടിൽ നിന്നാണോ ഇങ്ങനെ ചിരിക്കുന്നത്? ആ വീഡിയോ മാത്രം എടുത്തു നോക്കിയാൽ അതൊരു മരണ വീട്ടിൽ നിൽക്കുന്ന പ്രതീതിയായിട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ല. പിന്നെ സലീം കുമാർ ചേട്ടന്റെ അല്ലെങ്കിൽ ചന്തുവിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിട്ടുള്ള കുറച്ച് നടീനടന്മാര്, മീര ജാസ്മിനൊക്കെ ഈ ഓൺലൈൻ മീഡിയാസിന്റെ ശല്യം കാരണം സഹിക്കാൻ വഴിയാതെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ പോലും ഉണ്ടായി എന്നുള്ളതാണ് ലാൽ ജോസിനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത്. അത്രക്ക് ബുദ്ധിമുട്ടായിരുന്നു ഈ ഓൺലൈൻ മാധ്യമങ്ങളെ കൊണ്ട് എന്നുള്ളതാണ്. നമുക്ക് ജാസിയിലേക്ക് കടന്നു വരാന്നുള്ളതാണ്. ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ ചില പ്രവർത്തികൾ സത്യത്തിൽ എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. അവർ ട്രാൻസ്ജെൻഡേഴ്സിനെ കളിയാക്കുന്നതാണെങ്കിലും ഇസ്ലാമത്തിനെ കളിയാക്കുന്നതാണെന്നുണ്ടെങ്കിലും പൊതുവെ അവരുടെ ചില കാട്ടിക്കൂട്ടലുകളോട് എനിക്കൊരു താല്പര്യമില്ല. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മനോഭാവങ്ങളായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയാണ് എന്നുള്ളതാണ്. പക്ഷേ ജാസിയുടെ ജെൻഡർ നിങ്ങൾ തേടിപ്പോയ ദിവസം ഒന്ന് ആലോചിക്കണം. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി അവസാനമായി നേരിട്ടൊന്ന് കാണാൻ വേണ്ടി ജാസി വരുന്നു. എന്താണ് ജാസിയും സലീം കുമാറും തമ്മിലുള്ള ബന്ധം എന്നാണ് ഒരു കമന്റ്. അതിനിടയിൽ ജാസിയുടെ ക്യാരക്ടർ മുൻപ് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഒരു ഹിജഡ വേഷം കെട്ടുന്ന ഒരു സിനിമയുണ്ടല്ലോ, സൂത്രധാരൻ, അങ്ങനെ എന്താണ് സിനിമയുടെ പേര്, ആ ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കളിയാക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കളിയാക്കാനുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആ ദിവസമാണ് നിങ്ങൾ നോക്കേണ്ടത്. ജാസിയും സലീം കുമാറും തമ്മിൽ എന്ത് ബന്ധം? ഒരു ചോദ്യമാണ്. പക്ഷെ ജാസിക്ക് എന്താ പറയാനുള്ളത് നമ്മൾ കേൾക്കണ്ടേ? ആ ഒരു കമന്റുകളോട് എനിക്കൊരു യോജിപ്പില്ല. മരിച്ചു കിടക്കുന്ന മനുഷ്യനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ആ കമന്റ് ഇട്ടത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് നേരെ ജാസിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഹായ്, ജാസിയാണ്. അപ്പോൾ ഇന്നലെ സലീമേട്ടൻ മരിച്ചപ്പോൾ ഞാൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെ താഴത്ത് വന്ന കമന്റ്സുകൾ കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ, ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് പോലും എനിക്ക് ചിന്തിക്കേണ്ടത് വന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കമന്റ്സുകൾ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഈ കുണ്ടൻ എന്താ അവിടെ പരിപാടി, ഇവനാരാ അവിടെ വിളിച്ചത്, സലീമേട്ടൻ്റെ ആത്മാവിന് മോശം കിട്ടില്ല, മനസ്സിനെ കുത്തുന്ന രീതിയിലുള്ള കമന്റ്സുകളായിരുന്നു. നിങ്ങൾക്ക് എന്താണോ ഇങ്ങനെ? നിങ്ങൾക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അവിടെ ഞാൻ ഒരു മീഡിയാസിന് പോലും ഒരു ബൈറ്റിന് പോലും ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല. പല ആൾക്കാർ വന്നിട്ട് പോലും ഞാൻ ഇല്ല, പറ്റിയായിട്ട് ഞാൻ പെട്ടെന്ന് പോയി കാണുക. എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സലീമേട്ടനെ പോയി കാണുക, തിരിച്ചു വരാമെന്നായിരുന്നു. അതെ, ഞാനും കണ്ടൊരു കാര്യം അതാണ്. ഇവരവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഭൗതിക ശരീരത്തിന് മുൻപിൽ. അത് കഴിഞ്ഞ് അവർ നടന്നു നീങ്ങുന്നുണ്ട്. പക്ഷെ കാർ പാർക്കിംഗ് ഏരിയയിൽ അവർ നിൽക്കുന്ന സമയത്ത് ഏതൊക്കെയോ മാധ്യമങ്ങൾ അവരുടെ അനുവാദം പോലും ചോദിക്കുന്നില്ല. സൈഡിൽ നിന്നും അവിടെ നിന്നൊക്കെ ദൂരെ നിന്ന് സൂം ചെയ്തിട്ടുള്ള വീഡിയോസ് ജാസി ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് അടിക്കുറിപ്പിട്ടിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനെതിരെയാണ് ലാൽ ജോസിനെ പോലെയുള്ള ആളുകൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യമായി ഇതിലെ നടപടികൾ എടുക്കാൻ പോവുകയാണ്. ഇനി അങ്ങനെ തോന്നിയ പോലെ ഒരാളുടെയും വീഡിയോ ചെന്ന് പകർത്താൻ നിങ്ങൾക്ക് അനുവാദമില്ല എന്നുള്ളതാണ്. അതാണ്. പക്ഷെ ഇവിടെ ജാസി പറഞ്ഞ കാര്യം കറക്റ്റാണ്. അവരവിടെ വരുന്നു, അത് കഴിഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇനി ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവനെന്തിനാണ് ഇവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഞാനൊരു ചെറിയൊരു കഥ പറയാം. അതായത് ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി തന്റെ ശിഷ്യന്മാരുമൊത്ത് ഒരു മരത്തിന്റെ കീഴിൽ ഇരിക്കുന്ന സമയത്ത് റോട്ടിലൂടെ അല്ലെങ്കിൽ വഴിയിലൂടെ ഒരു ശവശരീരം കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട്. ഏതോ ഒരു മതത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ശരീരമാണ് കൊണ്ടുപോകുന്നത്. ഉടനെ തന്നെ അദ്ദേഹം എണീറ്റ് നിന്നിട്ട് ആ ഭൗതിക ശരീരത്തിന് റെസ്പെക്ട് കൊടുത്തു. ഉടനെ തന്നെ തന്റെ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിക്കുന്നു, അത് നമ്മുടെ മതത്തിൽപ്പെട്ട ആളല്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങ് എണീറ്റ് നിന്ന് ബഹുമാനമെല്ലാം കൊടുക്കുന്നത് എന്നുള്ളത്. ഉടനെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, അതൊരു മയ്യത്താണ്, അതിന് ഏത് മതത്തിൽപ്പെട്ട ആളുടേതാണെന്നുണ്ടെങ്കിലും നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളത്. അത്രേ ഉള്ളൂ. ജാസി ആ മതവിശ്വാസ പ്രകാരം മുന്നോട്ട് പോകുന്ന ഒരാളൊന്നല്ല. പരിഹാസങ്ങൾ കൊണ്ട് തന്നെയാണ് ആ മതത്തിനെ അവഹേളിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല. പക്ഷേ അവർ ആ മരണ വീട്ടിൽ ചെന്നതിനെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഒരു പക്ഷെ ഇവിടെയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളുകളായിരിക്കും. നമ്മുടെ യൗവനം സുന്ദരമാക്കിയ ഒരുപാട് നടന്മാരുണ്ട്. അവരുടെയൊക്കെ ഭൗതിക ശരീരം കാണാൻ ആഗ്രഹമുള്ള ആളുകളുണ്ട്. അവരൊക്കെ ടി വിയിൽ ഇരുന്നത് കാണുന്നുണ്ട് എന്നുള്ളതാണ്.
അത്തരം ആളുകളുടെ ആ ഒരു വ്യൂവർഷിപ്പിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ചെന്നിട്ട് ഊളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ വരുന്ന സെലിബ്രിറ്റീസിന്റെ വീഡിയോസ് എടുക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി എന്തെങ്കിലും ഒരു ബന്ധം ഇവർ തമ്മിലുണ്ടോ എന്നൊരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ അല്ലെ? കമന്റ് ബോക്സിൽ വന്ന ആളുകളോടാണ്. ഇതൊന്ന് കേൾക്കി. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു നീയും സിലിമേട്ടിനെ കാണാൻ വേണ്ടി പോയിട്ട് എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താ, അല്ലെങ്കിൽ നീ എന്താ അവിടെ പോയത്, നിനക്ക് എന്താ അവിടെ കാര്യം എന്നൊക്കെ ചോദിച്ചു. സിലിമേട്ടൻ ഒരുപാട് ദുബായ് പ്രോഗ്രാം ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് പേഴ്സണലി സിലിമേട്ടനെ വളരെ നന്നായിട്ട് അറിയാം. ദുബായിലൊക്കെ സിലിമേട്ടൻ വരുന്ന സമയത്ത് അവിടെ പോൺസർ ആയിട്ടുണ്ടായിരുന്ന, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ റഷീദ് എന്ന് പറഞ്ഞൊരു പോൺസർ ഉണ്ടായിരുന്നു ദുബായിൽ. അപ്പോൾ ഒത്തുമിക്ക എല്ലാ നടന്മാരും വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലാണ് താമസിക്കുക. ഒരുപാട് പേരെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിലിമേട്ടന് നാടൻ ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വട്ടം നാടൻ ഫുഡ്, മോരുകറി, അതേപോലെ ഫിഷ് അയക്കുറ വറുത്തത്, അങ്ങനെ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന് വിളമ്പി കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അവിടെ എത്ര തിരക്കുകളാണെങ്കിലും ആ തിരക്കുകൾ മാറ്റി വെച്ച് അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടെ പോവുക എന്നുള്ളത്, പോയിട്ടില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനോ അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിനുള്ളൊരു കുത്തുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടി അത്രയും ആൾക്കാരുടെ ഇടയിൽ കൂടെ ഞാൻ പോയതും അദ്ദേഹത്തിനെ കണ്ടതും അദ്ദേഹത്തിൻ്റെ വൈഫിനെ കണ്ട് സമാധാനിപ്പിച്ച് ഞാൻ ആ സ്പോട്ടിൽ തന്നെ അവിടുന്ന് തിരിച്ചു വന്നു എന്നുള്ളതാണ് സത്യം. കേട്ടില്ലേ? ഇങ്ങനെ ഒരു ബന്ധം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ആരെങ്കിലും ചിന്തിച്ചോ? ആരെങ്കിലും അത് ചകഞ്ഞു പോയില്ല. ഒറ്റ വാക്ക്, അത് തെറി. ജാസിയെ താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാകാം. എനിക്കും ജാസിയോട് ചിലപ്പോൾ നിങ്ങൾക്കുള്ള അതേ മനോഭാവം തന്നെ ഉണ്ടാവുക. പക്ഷെ ഒന്ന് ചിന്തിക്കണം, മരണപ്പെട്ടു പോയത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നടനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതും ചേർത്ത് വെക്കരുത്. അവിടെ ഇപ്പൊ നിങ്ങൾ ജാസിയെ കളിയാക്കുമ്പോൾ ആ മരണപ്പെട്ടു പോയ ആ മനുഷ്യന്റെ ശരീരത്തിനെ പോലും അവഹേളിക്കുന്നതിന് തുല്യാണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. എന്റെ കൈ കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തതാണ്. തീർച്ചയായിട്ടും അവർക്ക് ആ ഭൗതിക ശരീരം കാണാനുള്ള എല്ലാ അർഹതയും ഉണ്ട് എന്നുള്ളതാണ്. അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കല്ല എന്റെ പൊന്നു സഹോദരന്മാരെ. കാരണം നമുക്കും നാളെ മരിച്ചു പോകാനുള്ളതാണ്. നമ്മുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ഉമ്മ, ഉപ്പ എല്ലാവരും നാളെ മരിച്ചു പോകും. അപ്പൊ നമ്മൾ മറ്റുള്ള ആളുകളുടെ ഭൗതിക ശരീരത്തിനോട് റെസ്പെക്ട് കാണിക്കണം. അങ്ങനെ പല ആളുകൾക്ക് റെസ്പെക്ട് ഇല്ലാതെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിന് താഴത്ത് വന്ന നല്ല കമന്റ്സുകളുണ്ട്, എല്ലാം എന്നല്ല, പക്ഷെ കുറെ കമന്റ്സുകളുണ്ട്. അതേ പറഞ്ഞാൽ എനിക്ക് ആകെ മനസ്സ് വിഷമായി പോയി. നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഒരു മരണ വീട്ടിൽ പോലും എന്താ എനിക്ക് പോകണ്ടേ? ഞാൻ ഇങ്ങനെ ജനിച്ചത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നത്? എന്താണ് ഇതിനൊക്കെ ഒരു അവസാനം ഇല്ലേ? നിങ്ങൾ അംഗീകരിക്കണ്ട. നിങ്ങൾ ഒരിക്കലും എന്നെ അംഗീകരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എന്നെ അംഗീകരിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. അംഗീകരിച്ചില്ല ഇങ്ങനെ ശവത്തിൽ കുത്തണോ? ഇങ്ങനെ ഒരാളെ മനസ്സ് വേദനിപ്പിക്കണോ? എന്താ നിങ്ങൾക്ക് ഇതിന് കിട്ടാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, അംഗീകാരം എല്ലാവരും തരില്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജാസിയുടെ പ്രീവിയസ് ഹിസ്റ്ററിയാണ് ഒരു പക്ഷേ ഈ രീതിയിൽ ആളുകളെ കൊണ്ട് കമന്റ് ഇടിപ്പിക്കാൻ കാരണം. അതൊക്കെ എനിക്കറിയാം. അവരന്ധമായിട്ട് ആ ഒരു കാര്യത്തിന് മാത്രം തലയിൽ കയറ്റി വെച്ചു എന്നുള്ള ഒരു വിഡ്ഢിത്തരാണ് അവർ ചെയ്തിട്ടുള്ളത്. അവിടെ മരിച്ച ഒരാളുണ്ട് എന്നുള്ള ബോധം അവർക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. അവരെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, കരയിപ്പിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ട് എന്ന ബോധം അവർക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. ജാസിയോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിദ്വേഷം ഉണ്ടായിരിക്കാം, പക്ഷെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ വിഡ്ഢിത്തരം തന്നെയാണ്. ചിലപ്പോൾ എന്നെ തെറി വിളിക്കാൻ ആളുകളൊക്കെ വരും ഈ വീടിന്റെ അടിയിൽ. അതിലൊന്നും എനിക്കൊരു വിഷയവും ഇല്ല. കാരണം ഞാൻ ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ അത്രയധികം ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ തെറി വിളിച്ചാലും കുഴപ്പമില്ല. കാരണം ആ ദിവസമാണ് ഇങ്ങനെ ഒരു വൃത്തികേട് ചില ആളുകൾ കമന്റിലൂടെ കാണിച്ചിട്ടുള്ളത്. അത് ചൂണ്ടിക്കാണിക്കണം. ഞാൻ ഇന്ന് വരെ ഒരു ആള് മരിച്ചിട്ടും പോയി, അതായത് ഒരു സെലിബ്രിറ്റി മരിച്ചിട്ട് ഞാൻ പോയി കണ്ടില്ല. ഇദ്ദേഹത്തിനെ പോയി കണ്ടത് അത്രക്കൊരു ഒരു ആത്മബന്ധം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അത് മനസ്സിലാക്ക്. എനിക്കറിയില്ല നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ എന്നുള്ളത്. ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടാണോ ഇങ്ങനെ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ജനിക്കുന്നത്? നിങ്ങൾ ആരും ഞങ്ങളെ അംഗീകരിച്ചില്ല. എന്റെ കാര്യം പറയണേ, നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. അത് നിങ്ങൾക്ക് ചെയ്തൂടെ? അത് മാത്രം ചെയ്തൂടെ നിങ്ങൾക്ക്? ഈ ഒരൊറ്റ വിഷയത്തിൽ എനിക്ക് ജാസിയുടെ കൂടെ നിൽക്കാതിരിക്കാൻ കഴിയില്ല. അവരിനി ആണാണോ പെണ്ണാണോ ഇനി എന്തുമാവട്ടെ, ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും ആ ഭൗതിക ശരീരത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ എത്ര ശത്രുതയുണ്ടെങ്കിൽ പോലും അവിടെ പരിഹാസങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. കാരണം മരിച്ചു കിടക്കുന്ന ആ മനുഷ്യനോടും കൂടി നമ്മൾ ഒരു നീതികേട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്റെ അംഗീകാരം നിങ്ങൾക്ക് വേണ്ടത് എനിക്കറിയാം, എന്നാലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്റെ വീഡിയോസ് നോക്കിയാൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല. ജാസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ളത് ആഷിയെയും ആഷിയുടെ ഉമ്മയൊക്കെ ചേർത്ത് വെച്ചുള്ള വീഡിയോസ് ആണ്. പിന്നെ ഇസ്ലാം മതത്തിനെ അവഹേളിക്കുന്നതും മറ്റുള്ള മതത്തെ അവഹേളിക്കുന്നതും അതൊന്നും കണ്ടുകൊണ്ട് ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് കൃത്യമായിട്ട് ഞാൻ അതിന് മറുപടികൾ കൊടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ജാസി ഒരു തെറ്റും ചെയ്തിട്ടില്ല. കമന്റ് ഇട്ട ആളുകളുടെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ഇനി റിനിയിലേക്ക് കടക്കുക തന്നെ വേണം.
ഒത്തിരി പുറമോട്ടിറങ്ങി എടുക്കാനാ. ഈ വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ മരണ വീട്ടിൽ നിൽക്കുന്നതായി തോന്നിയോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വീഡിയോ മാത്രം എടുത്ത് നോക്കിയാൽ ഭയങ്കര എൻജോയ്ഫുൾ ആയിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ചിരിച്ചു നിൽക്കുന്ന, എവിടെയോ ഒരു കല്യാണ വീട്ടിലൊക്കെ നിൽക്കുന്ന പ്രതീതിയാണ് ഈ സ്ത്രീയുടെ മുഖത്തുള്ളത്. ഇനി രണ്ടാമത് നിങ്ങളിപ്പോ സൈഡിൽ കാണുന്ന ഒരു വീഡിയോ ഉണ്ടാവും. അത് ചന്തുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ വീഡിയോ ആണ്. ഒരുപക്ഷെ ഇവരുടെ മുഖത്ത് വന്ന ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അത് ജെനുവിൻ ആണ് എന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് മരണപ്പെടുമ്പോൾ അവരുടെ മുഖത്ത് ചിരി വരില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് കാണുന്നത്. ഇതാണ് ഈ രണ്ട് ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ദിലീപിന്റെ കൂടെ സെൽഫി എടുക്കാൻ വന്ന ഒരാളെ നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ കുറെ എണ്ണം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി റിനിയെ കുറിച്ചിട്ട് വിസാൽ മീഡിയയുടെ അവതാരകൻ പറഞ്ഞ ഈ വാക്കുകളൊന്ന് കേൾക്കുക. ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ? ഇത് സലീം കുമാറിന്റെ അന്ത്യോപചാരം അർപ്പിക്കാൻ നടി റിനി വന്നിട്ടാണ് ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ. ഒരു മരണ ചടങ്ങിൽ ഒരു മരണപ്പെട്ട ഒരു മഹാനടന്റെ ചടങ്ങിന് വന്നിട്ട് വളരെ സന്തോഷമുഖത്തോടു കൂടിയിട്ടാണ് ഈ ഒരു നടിയാണത്തെ റിനി അറിയാലോ, ഒരു വിവാദപരമായ വിഷയത്തിലെ പരാതിക്കാരിയാണ്. സത്യത്തിൽ ഇവർ ഏത് സിനിമയിലാണ് അഭിനയിച്ചത്? ഒരു മരണ ചടങ്ങിന് ഒരു മരണാനന്തര വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാധാരണ ഒരു കോമൺ സെൻസ് ഉള്ള ഒരു സിവിക് സെൻസ് ഉള്ള ഒരാളുടെ ഉള്ളിലുണ്ടാവുക, ഒരു സങ്കടമാണ് മുഖത്തുണ്ടാവുക. ഇത് കുറെ ഓൺലൈൻ ക്യാമറാസും ക്യാമറാമാൻ ചാനലുകാരും മറ്റു ചാനലുകാരൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന ആളുകളെ പോലെയാണ് ഈ നടി റിനി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവരെന്തോ ഒരു ആഘോഷ ചടങ്ങിനോ അല്ലെങ്കിൽ കല്യാണ ചടങ്ങിനൊക്കെ എത്തിയതുപോലെ ഇത് കണ്ടിട്ടൊരു ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു മരണാനന്തര ചടങ്ങിന് എത്തിയതായിട്ട് തോന്നി. അതെ, പല ആളുകളും അവിടെ വരുന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വരും, ഒരുപാട് ആളുകൾ നമ്മളെ കാണും, ഈ ഒരു കാരണം കൊണ്ടാണെന്നുള്ളതാണ്. ചില ആളുകൾ വരുന്നത് ജെനുവിൻ ആണ്. അതായത് അവരുടെ വേണ്ടപ്പെട്ട ആള് മരിച്ചു, അവരവസാനമായി ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്. ചില ആളുകൾ വരുന്നതോ ഇങ്ങനെ വീഡിയോ എടുത്ത് വിറ്റ് കാശാക്കാൻ, മരിച്ചാലും വിടില്ല എന്ന ഭാവത്തോടു കൂടി കുറെ ഓൺലൈൻ മീഡിയാസ്. അവർക്കെതിരെ ശക്തമായ നിലപാട് വി.ഡി. സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുക്കാൻ പോവുകയാണ്. അതുകൂടാതെ തന്നെ ഇനി ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ നിങ്ങൾ വരരുത് എന്ന് ഇവിടെയുള്ള സെലിബ്രിറ്റീസുകളും ഒരുപോലെ പറയാൻ പോവുകയാണ്. ജിമ്മിൽ പോകുന്ന സെലിബ്രിറ്റികളായ സ്ത്രീകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വീഡിയോ പിന്നാലെ നടന്നെടുക്കുന്നു. ഇതൊക്കെ ശരിക്കും ഊളത്തരമാണെന്ന് അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ജാസിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അവർ ജെനുവിൻ ആയിട്ട് തന്നെയാണ് അവിടെ പോയിട്ടുള്ളത്. പിന്നെ ടിനി ടോമിന്റെ വീഡിയോ അത് ഞാൻ ഇടുന്നില്ല, കാരണം അത് കാണുമ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നുന്നില്ല. ഇവർ രണ്ടുപേരുമുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്, ഈ സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഒക്കെ. അവർ തമ്മിലുള്ള ബോണ്ട് നമുക്ക് അതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവുന്നുള്ളതാണ്. ഇവിടെ അൻസിബയുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയം ചേർത്ത് വെച്ചുകൊണ്ട് ആ ഒരു സാധനത്തിനെ ആ രീതിയിൽ കാണുകയാണ് നമ്മളെല്ലാവരും. അദ്ദേഹം വിങ്ങി പൊട്ടുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് മരിച്ചത് കൊണ്ട് തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് അതിനെ വേറെ രീതിയിൽ കാണുക? വേറൊന്നും എനിക്ക് വിഷയത്തിൽ പറയാനില്ല. എന്റെ അഭിപ്രായത്തോട് യോജിപ്പുള്ളവരുണ്ടാവും, വിയോജിപ്പുള്ളവരുണ്ടാവും. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഏത് രീതിയിൽ അത് കാണണം എന്നുള്ളത്. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ത് കമന്റ് ഇടണം എന്നുള്ളത്. നിങ്ങൾ കമന്റ് ഇട്ടോളൂ, പക്ഷെ മരണപ്പെട്ടു പോയ ആ മനുഷ്യനെ ഓർത്ത് നിങ്ങൾ തെറികളൊന്നും പറയരുത്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.